السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രതയും അതുപോലെ തന്നെ അതിന്റെ മഹത്വവും നമ്മളെല്ലാവരും പഠിച്ചവരും അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വെമ്പൽ കൂടുന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിലാണ് വെള്ളിയാഴ്ചയെ കാണുന്നതും ഇബാദത്തുകൾ കൊണ്ട് മുഴുവാൻ വേണ്ടി വ്യാപൃതരാകുന്നതും. പ്രധാനമായിട്ടും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങളോട് സംവദിക്കാനുള്ളത്, നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. ഒരു ദീന വിശ്വാസി എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലെല്ലാം സൽപ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. നമ്മൾ ഇസ്ലാമിക സുന്ദരമായ കാഴ്ചപ്പാടുകൾ ഒട്ടനവധി ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുകയും ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു മൂലധനമായി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അത് അതിന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതം നമ്മെ പഠിപ്പിക്കുന്ന ആശയവും നിലപാടും കൃത്യമായിട്ടും ഒരു വിശ്വാസി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർക്ക് നല്ലത് മാത്രം നൽകുന്ന ഒരു മാർഗമായിട്ടാണ് ഇസ്ലാമിനെ ഒരു മതമായിട്ട് കാണുന്നത്. ആ ഒരു മതത്തിൽ കൃത്യമായിട്ട് പലപ്പോഴായി തന്റെ വിശ്വാസികളോട് ആശീർവാദം അല്ലെങ്കിൽ അവരോട് പറയപ്പെടുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ എപ്പോഴും നന്ദിയുള്ള അടിമകളാകണേ എന്നുള്ളത്. ഒരു വിശ്വാസിയാകുമ്പോ അല്ലെങ്കിൽ ഒരു മതത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയോട് എപ്പോഴും അവർ ഉപദേശിക്കുന്നത് നിങ്ങൾ നന്ദിയുള്ള അടിമകളാകണേ എന്നുള്ളതാണ്. കൃത്യമായിട്ടും ഇസ്ലാമിന് അതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു നന്ദിയുള്ള അടിമ എന്നുള്ളത് തന്നെ വളരെ രീതിയിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. കൃത്യമായിട്ടും റബ്ബിനോടുള്ള അല്ലെങ്കിൽ പടച്ചവരോടുള്ള നന്ദി നമ്മൾ എപ്പോഴും പുലർത്തേണ്ടതാണ്. അങ്ങനെ പുലർത്താൻ തോന്നണമെങ്കിൽ നമ്മൾ റബ്ബിന്റെ അനുഗ്രഹം തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ടും നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത്, അതുപോലെ തന്നെ ആരോഗ്യം, മക്കൾ, അതുപോലെ തന്നെ സമയം തുടങ്ങിയവെല്ലാം അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കൽ ഇബ്നു സമൂഹ തങ്ങൾ അവിടുന്ന് ഹാറൂൻ റഷീദ് അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടുന്ന് ഫലിത രൂപത്തിൽ അവിടുന്ന് കൃത്യമായിട്ട് ഒരു ആശയം വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് ഇബ്നു സമൂഹ തങ്ങള് രാജാധികാരനായ ഹാറൂൻ റഷീദിനോട് പറയുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഈ ഒരു രാജ്യത്ത്, നിങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഒരു ഇറുക്ക് വെള്ളം കുടിക്കുവാനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ ഒരു വെള്ളം കൂടി ഇല്ലാത്തൊരു സന്ദർഭം. അങ്ങനെ എല്ലായിടത്തും പട്ടാളക്കാരെല്ലാം തെരഞ്ഞു പിടിച്ചുകൊണ്ട് വെള്ളം തപ്പി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഒരു കുപ്പി വെള്ളവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് നിങ്ങൾ ദാഹിച്ച അവശനായി അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിക്കുമെന്ന സന്ദർഭത്തിലേക്ക് എത്തുമ്പോ ആ ഒരു കുപ്പി വെള്ളം നിങ്ങളിലേക്ക് നീട്ടുമ്പോൾ അദ്ദേഹം ഒരു പരിധി വെക്കുകയാണ്. ഈ ഒരു രാജ്യത്തിന്റെ പകുതിയോളം എനിക്ക് നൽകിയാൽ മാത്രമേ ഞാൻ ഈ ഒരു കുപ്പിവെള്ളം നിങ്ങൾക്ക് സമ്മാനിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഹാറൂൻ റഷീദിനോട് അവിടെ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉടനെ മറുപടി പറയുന്നുണ്ട്, ഞാൻ ആ ഒരു രാജ്യത്തിന്റെ പകുതി അയാൾക്ക് എഴുതി കൊടുത്തുകൊണ്ട് ആ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി ഞാൻ യാചിക്കും, അല്ലെങ്കിൽ ആ കുപ്പിയോടെ ഞാൻ വാങ്ങുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം വേറെ ഉദാഹരണം കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഠിനമായി മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ വിസർജനം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയുടെ കൃത്യമായിട്ട് അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പല ആളുകളെയും വിളിച്ചു വരുത്തി, ഡോക്ടർമാരെയെല്ലാം വിളിച്ചു വരുത്തി ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നുണ്ട്, എന്നാൽ മൂത്രം പോകുമെന്ന് കൃത്യമായിട്ട് അവിടെ പലരും നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ച് വയറ് പൊട്ടാനാകുന്ന അവസ്ഥയിലേക്ക് എത്തി, പക്ഷെ മൂത്രം പോകുന്നില്ല. ആ രൂപത്തിലെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് പറയാണ്, ചെറിയൊരു ഗുളിക തന്നിട്ട് പറയാണ്, ഈ ഗുളിക കുടിച്ചാൽ നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ രാജ്യം മുഴുവനും എനിക്ക് എഴുതി തരണമെന്ന് അവിടുന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ഹാറൂൻ റഷീദിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്,
ഇതിന്റെ നിലപാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കാരണം നമ്മൾ ചെറിയ കുളികൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യം എഴുതി കൊടുക്കുന്നത്. അതും എന്താണ് നജസായി കൊണ്ടിരിക്കുന്ന പുറന്തള്ളാൻ ആവശ്യപ്പെടുന്നതിന് മൂത്രം കൊണ്ടുള്ളതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അവിടെ ചോദിക്കുന്നത്. അപ്പോഴും മറുവശത്ത് അവിടെ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും രാജ്യം തന്നെ എഴുതി കൊടുക്കും, കാരണം എന്റെ ശരീരഘടനയാണ് എനിക്ക് മുഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുമെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്ന് സുലഭമായി വെള്ളം ലഭിക്കുന്നുണ്ട്, നമ്മുടെ ശരീരഘടനകൾ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അനുഗ്രഹം ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടുന്ന് അവർ മഹാനവറുകൾ ഹാറൂൻ റഷീദിനോടുള്ള സംഭാഷണം നമുക്ക് നൽകുന്നത്. അനുഗ്രഹങ്ങൾ പലപ്പോഴും ഒരു മൂലധനമായിട്ടാണ് ഒരു വിശ്വാസിക്ക് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു അനുഗ്രഹം കൊണ്ട് ആ വിശ്വാസിക്ക് സ്വർഗം പുൽകാനും സാധിക്കും, അതുപോലെ തന്നെ നരകത്തിലേക്ക് എത്തുവാനും എളുപ്പം സാധിക്കുന്ന രീതിയിലാണ് അനുഗ്രഹങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം, അത് ആ ഒരു മൂലധനം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നരകം സമ്മാനമായി വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായിട്ടും അമ്പിയാക്കളുടെ കാലത്തുള്ള ശത്രുക്കൾ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അബൂജഹൽ അടങ്ങുന്ന, ഫറോവ അടങ്ങുന്ന, ഹാറൂൻ അടങ്ങുന്ന അത്തരം ആളുകൾ കൃത്യമായിട്ടും നരകം സമ്മാനമായി വാങ്ങിയവരാണ്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തിരുന്നു. നേരെ മറിച്ച് അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗം നൽകിയവരുടെ കണക്കും ഒട്ടനവധിയാണ്. നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ അതുമൂലം സ്വർഗവും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു സമയത്തെല്ലാം കൃത്യമായിട്ട് ഒരു അനുഗ്രഹത്തെ കുറിച്ച് മാത്രമാണ് നാം സംസാരിക്കുന്നത്. ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബം, നമ്മുടെ മക്കൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു കുടുംബം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മക്കൾ ജനിക്കുക എന്നുള്ളത് അതിന്റെ അനുഗ്രഹത്തോളം വലിയ അനുഗ്രഹത്തെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമോ എന്ന് നിങ്ങൾ ഒരു പേടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രയും കൃത്യമായിട്ട് അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ആളുകൾ കുടുംബത്തെ നോക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം മക്കളെ നോക്കുന്നില്ല കൃത്യമായിട്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. നമുക്കറിയാം, പലപ്പോഴും ഗൾഫിലുള്ള ആളുകളെല്ലാം കൃത്യമായിട്ട് എത്തും, വലിയ സെലിബ്രിറ്റികളായിരിക്കും. അവരെല്ലാം ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ആകെ 15 ദിവസം അവർക്ക് ലീവ് ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് 14 ദിവസങ്ങളിലും ഒരുപാട് കുടുംബ സംഗമങ്ങൾ അല്ലെങ്കിൽ പ്രവാസി സംഗമങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബിസി ആയിരിക്കും അവർ. പക്ഷേ ആ ഒരു ദിവസം 2 വർഷത്തോളം കാത്തു നിൽക്കുന്ന ഉമ്മയെയോ അല്ലെങ്കിൽ ഭാര്യയെയോ തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയം ലഭിക്കുന്നില്ല. അത്രത്തോളം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി കുടുംബത്തെ മറന്നു പോകുന്ന സന്ദർഭങ്ങൾ പലയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രബോധനം നടത്തണം. നിങ്ങൾ ചിലപ്പോൾ അന്താരാഷ്ട്ര പ്രബോധകനായിരിക്കും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സമൂഹത്തോട് കടപ്പാടുണ്ടായിരിക്കും, നിങ്ങളുടെ ദൗത്യ നിർവഹണം അവിടെയായിരിക്കും. പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രബോധനം തുടങ്ങേണ്ടത് നിങ്ങളുടെ വീടകങ്ങളിൽ വെച്ചിട്ടാണ്. നിങ്ങളുടെ കുടുംബങ്ങളെയാണ് നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷങ്ങൾ, നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ. ചിലപ്പോ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു പ്രവാസി സംഗമത്തിൽ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിൽ സമൂഹത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരുപാട് നന്മകൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നന്മ ചെയ്യാനുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ മുൻകരുതുക, അതിലേക്ക് നമ്മൾ പരിഗണന കൊടുക്കരുത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഈ നന്മ ചെയ്യുന്നതോടുകൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾ കുടുംബത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ നേരിടും എന്നുള്ളതാണ്. അതിനോടാണ് പറഞ്ഞത്, നിങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഇസ്ലാം പ്രധാനമായിട്ടും മുൻഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുഞ്ചിരി സ്വതക്കയാണ് ഇസ്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് പുഞ്ചിരി സ്വതക്കയായത്? ഒരു വ്യക്തി കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കുറെ ഇടിച്ചത് കൊണ്ട് അവർക്ക് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കണമെന്നില്ല. മറിച്ച് അതിനു കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിച്ചാൽ നിങ്ങൾക്ക് അതിന് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. കാരണം ആ ഒരു പുഞ്ചിരിയിലൂടെ അവരിന് സന്തോഷം നൽകുന്നുണ്ട്. കൃത്യമായിട്ട് വേറെയും പറയുന്നുണ്ട്, നിങ്ങളൊരു മജ്‌ലിസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ സുഗന്ധം പൂശണേ എന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. കാരണം എന്താണ്? ആ ഒരു സുഗന്ധം പൂശിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പച്ച ഉള്ളി കഴിച്ചുകൊണ്ട് വായ വൃത്തിയാക്കാൻ നിങ്ങൾ ഒരിക്കലും മജ്‌ലിസിലേക്ക് കടക്കരുത്. അത് മറ്റുള്ള അവരിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങൾ സന്തോഷിക്കുന്നതോടുകൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നിങ്ങൾ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. അവിടെയെല്ലാം നല്ല വാക്കുകൾ നിങ്ങൾ പ്രവർത്തിക്കുക, പറയുക, എന്നാൽ നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്നുള്ളത് പറയാനുള്ള കാരണം അതിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പുണ്യകരമായ നന്മ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും
ആ ഭക്ഷണം കൊടുക്കലിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമായ പ്രവർത്തനമായി കാണുന്നുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഓരോ സന്തോഷകരമായ നിമിഷങ്ങളിലും കൃത്യമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊരു അബദ്ധവശാൽ നിങ്ങൾ അവരെ തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഇസ്ലാം സൂചിപ്പിക്കുന്നതിന് എത്ര കൃത്യമായിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം നോമ്പിന്റെ പകലിൽ ഇഹ്റാം കെട്ടിയാൽ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അത്തരം കുറ്റകൃത്യം ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് അതിനൊരു പരിഹാരമായി ഇസ്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഫാറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലും ആ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമില്ലാത്ത സംഭവമാണെങ്കിലും ആ ഒരു ഭക്ഷണം കൊടുക്കലിലൂടെ എനിക്ക് സന്തോഷം ലഭിക്കുന്നു, ആ ഒരു മിസ്കീനായ വ്യക്തിക്ക് സന്തോഷം ലഭിക്കുന്നു, അത് കാരണമായി അല്ലാഹു തആല സന്തോഷിക്കുന്നു, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു റൂട്ട് മാപ്പ് കാണിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യനായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ സന്തോഷം ലഭിക്കുന്നു, അല്ലാഹുവിലേക്കുള്ള സന്തോഷപാത അതിലൂടെ എത്തിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ കുറിച്ച് പ്രബോധകനായൊരു കുടുംബത്തെ പരിഗണിക്കണമെന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ല വ്യക്തിയാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് നീ ഉത്തമനായ ഒരു മനുഷ്യനാകുന്നതെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്ന് ചോദിച്ചോളൂ, എന്റെ കുടുംബത്തെ കുറിച്ചും എന്റെ ഇടപെടലുകളെ കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് എന്റെ കുടുംബത്തോട് ചോദിച്ചോളൂ. കാരണം ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ കുടുംബ സംഗമമായിട്ടോ വെറും വാക്കായി പറഞ്ഞു പോകുന്ന വ്യക്തിയല്ല ഞാനെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടെ നിന്ന് പരാമർശിച്ചത്. അങ്ങനെ ഒരിക്കൽ ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ആയിഷ ബിയോട് ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആയിഷ ബി റളിയല്ലാഹു അൻഹ മറുപടി അവിടുന്ന് പറയുന്നുണ്ട്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മദീന പട്ടണം അല്ലെങ്കിൽ ഇത്തരം ദേശങ്ങളിൽ വലിയ രാജാവാണെങ്കിലും എന്റെ കൂടെ മുറ്റമടിക്കാൻ സഹായിക്കാറുണ്ട്, പാത്രം കഴുകുവാൻ വേണ്ടി സഹായിക്കാറുണ്ട്, എന്റെ ചെരുപ്പുകൾ കഴുകി തരാറുണ്ട്, അതുപോലെ തന്നെ അടുക്കളയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ കൂടെ തന്നെ നിൽക്കാറുണ്ട് എന്റെ കുഞ്ഞിന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. എത്ര സന്തോഷത്തോടു കൂടിയാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ കാര്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്നത് വീണ്ടും വീണ്ടും സന്തോഷത്തോടു കൂടി ഉദാഹരണ സഹിതം ആയിഷ ബിയോട് പറയുന്നുണ്ട്, ഞാനൊരു ഇറച്ചി കഷ്ണം കഴിക്കുകയാണെങ്കിൽ എന്റെ പല്ല് തട്ടിയ സ്ഥലം നോക്കിക്കൊണ്ട് അതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാനൊരു ഗ്ലാസിൽ പാല് കുടിക്കുകയാണെങ്കിൽ ആ പാലിൽ എന്റെ ഗ്ലാസിൽ എന്റെ ചുണ്ട് തട്ടിയ ഭാഗം നോക്കിയിട്ട് അതിലൂടെ പാല് കുടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കാറുണ്ടായിരുന്നു. അത്രത്തോളം ഗാഢമായ അല്ലെങ്കിൽ ബന്ധമായി കുടുംബത്തെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അത്രയും കൃത്യമായിട്ടാണ് അവിടുന്ന് പറയുന്നുണ്ട്, ഏഴാനാകാശവും കടന്ന് ഭൂലോക ചക്രവർത്തിയായി ലോകത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണപ്പെടുമ്പോഴും അവിടുന്ന് ഖദീജ ബിയുടെ കാര്യം പറയുമ്പോൾ സങ്കടപ്പെടുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കാറുണ്ട്, എന്തിനാണ് എപ്പോഴും ഖദീജ ബിയെ ഇങ്ങനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നത്, നിങ്ങൾക്ക് അതിലേറെ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയാറുണ്ട്, ഖദീജ ബി റളിയല്ലാഹുവിന്റെ ഹൃദയത്തിലാണ് സ്ഥാനമുറപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ അപ്പോൾ നമ്മൾ ഭാര്യമാരിൽ നിന്ന് കുടുംബക്കാരെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വല്ല ഡയറി മിൽക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഞാൻ വലിയ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് എന്ന് കാണിക്കുന്നതിലപ്പുറം ഹൃദയത്തിൽ നമ്മുടെ സ്നേഹം ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ നമ്മുടെ പരിഗണന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടുന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം വളരെ ശാശ്വതമായ ഒരു മനുഷ്യലേക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ അപ്പുറം അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ അതിന് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധം പൂർണ്ണമായി നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ വളർത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇസ്ലാമിക രീതിയിലേക്ക് എത്തിക്കപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതം നിങ്ങളോട് കൽപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, മനുഷ്യരാണ്. ആ ഒരു മനുഷ്യന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. ഒരുപാട് ദീനി പ്രബോധന രംഗത്ത് സജീവമായി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ വീടകങ്ങളിലേക്ക് നിങ്ങൾ എത്തി നോക്കണം. അവിടുത്തെ ഭാര്യ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നുണ്ടാകും, ഉമ്മ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവരെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രബോധന മേഖലയിലെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.